നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. റാപ്പർ വേടനെതിരെയായ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനത്തിന് ശേഷം മാത്രം മതി നടപടിയെന്ന നിലപാടിൽ പോലീസ്. വേടൻ ഒളിവിലാണെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആവുമെന്ന് ആവർത്തിക്കുകയാണ് പോലീസ്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ആഴ്ച കോടതി പരിഗണിക്കും. ഇതിനുശേഷം മാത്രം മതി നടപടിയെന്നും എടുത്തുചാടി നിലപാടെടുത്ത് പുലിവാൽ പിടിക്കേണ്ടതല്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ പറയുന്ന വേടന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലടക്കം എത്തിച്ചാണ് പീഡിപ്പിച്ചതെന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിലെത്തി ഈ സ്ഥലങ്ങളിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വേടന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതേസമയം വേടൻ രാജ്യം വിടാതിരിക്കാൻ ആണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയതെന്നും പോലീസ് പറഞ്ഞു. വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ വേടൻ പങ്കെടുക്കുന്ന ഓളം ലൈവ് എന്ന സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ പരിപാടിക്ക് 2 ദിവസം മുമ്പ് സംഘാടകർ വേടന്റെ പ്രോഗ്രാം റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇതോടെയാണ് രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. അതേസമയം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18 മാറ്റിയിട്ടുണ്ട്.